തിരുവല്ല നിയോജക മണ്ഡലം BJP NDA സ്ഥാനാർത്ഥി അനൂപ് നമുക്കൊപ്പം ചിരിക്കുകയാണ്. അനൂപ് ആന്റണി നമുക്കൊപ്പം ചിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ ഈ മണ്ഡലത്തൂടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. ഈ മണ്ഡലത്തൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ ടച്ച് ചെയ്തിട്ട് വന്നത് വളരെ മോശം ഗ്രാമീണ റോഡുകളാണ് ഇവിടെ കണ്ടത്. ഇത് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം മോശപ്പെട്ട, നിങ്ങൾ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട റോഡുകളുള്ള ഒരു സ്ഥലം തിരുവല്ലയായിരിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആനിക്കാട് ഉള്ളിലുള്ള റോഡുകളുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള നിരണം, കടപ്പുറ അങ്ങനെയുള്ള ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും വളരെ ദയനീയമായ രീതിയിലാണ് റോഡുകൾ കിടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അവഗണന ഇത്രയും കാലമായിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് നിയമസഭാംഗം ഉള്ള ഒരു മണ്ഡലമാണ്. ഒരേ വ്യക്തി തന്നെയാണ് നിയമസഭാംഗം. പക്ഷേ എന്നിട്ടും നമ്മുടെ റോഡുകളും നമ്മുടെ ഇവിടെ ഇപ്പോൾ ആനിക്കാട് പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടിവെള്ള പദ്ധതി അത് മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. അതൊന്ന് പുതുക്കി കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ മാറ്റി അതിനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ എത്രയോ നാളുകളായി ജനങ്ങൾ അപേക്ഷിക്കുകയാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അവഗണനയിൽ കഴിയുന്ന പല പ്രദേശങ്ങളും ഈ തിരുവല്ല മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയുമാണ് ഞാൻ പറയുന്നത്, തിരുവല്ലയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തിരുവല്ലയിലെ ജനങ്ങളുടെ ഒപ്പീനിയൻസ് ഞങ്ങൾ എടുത്ത സമയത്ത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈപ്പാസിൻ്റെ ഒരു കാരണം. ബൈപ്പാസിലെ വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ തന്നെ 6-7 സിഗ്നലുകൾ, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. അതേപോലെ തന്നെ പ്രത്യേകിച്ചൊരു ഗുണമില്ലാത്ത നഗരവികസനമാണ് നടക്കുന്നത്. തിരുവല്ല ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരാതികൾ മാത്രമേ ഉള്ളൂ. തിരുവല്ല ബൈപ്പാസിനെ സത്യം തിരുവല്ലയുടെ ബൈപ്പാസ് നല്ല വിളിക്കുന്നത്, തിരുവല്ലാത്ത ബൈപ്പാസ് എന്നാണ് വിളിക്കുന്നത്. അതൊരു സിഗ്നൽ കുരുക്കിൽ കിടക്കുന്ന ഒരു ബൈപ്പാസാണ്. അതിനെ ബൈപ്പാസ് വിളിക്കുന്നത് തന്നെ നല്ല ബൈപ്പാസുകൾക്ക് അപമാനമാണ്. തിരുവല്ലയുടെ നഗരവികസനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. തിരുവല്ലയുടെ നഗരവികസനം എന്ത് നഗരവികസനമാണ് തിരുവല്ലയ്ക്ക് നടന്നത്? നമ്മുടെ തൊട്ടടുത്തുള്ള മല്ലപ്പള്ളി, ആ മല്ലപ്പള്ളി ഇതേപടി കഴിഞ്ഞ് 20-25 വർഷമായിട്ട് അതേപടി കിടക്കുകയാണ്. എന്ത് നഗരവികസനമാണ് നടന്നത്? ഈ ബേസിക് ആയിട്ടുള്ള നഗരവികസനത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു വികസനം കാലങ്ങളായിട്ട് തിരുവല്ല മണ്ഡലത്തിൽ നടന്നിട്ടില്ല. തിരുവല്ലയിൽ നഗരവികസനത്തിൻ്റെ പേരിൽ ആകപ്പാടെ ചെയ്തത് ഈ ബൈപ്പാസാണ്. അത് ആ നഗരത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താ പറയുന്നത്, ചെയ്തതെല്ലാം തെറ്റായ രീതിയിലാണ് ഇവിടെ ചെയ്തത്. പിന്നെ നഗരവികസനത്തിൻ്റെ പേരിൽ ഇവിടെ യാതൊന്നും ലഭിക്കാത്തൊരു സ്ഥലം ഇപ്പോൾ മല്ലപ്പള്ളി പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ തിരുവല്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവല്ലയിലെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ച സമയത്ത് ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഒരു യുവ നേതാവ് എന്ന നിലയിൽ താങ്കൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ബാക്കി 2 പേരെന്ന് പറയുന്നത് 16+ ആണ്. ഇപ്പോൾ യുവാക്കൾ വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യുവാക്കൾക്ക് വേണ്ടി താങ്കൾ മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ എൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ സമയം മുതൽ ഞാൻ വാക്ക് നൽകിയൊരു കാര്യം, ഒരു കുറഞ്ഞത് 5000 ചെറുപ്പക്കാർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളത്തോടു കൂടി തൊഴിൽ നൽകുന്ന ഒരു സംരംഭമെങ്കിലും ഞാൻ ഈ മണ്ഡലത്തിൽ അടിയന്തരമായിട്ട് കൊണ്ടുവരും. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികളുടെ സ്ഥാപനങ്ങളാവാം, എന്തുമാവാം. പക്ഷേ ഒരു 5000 ചെറുപ്പക്കാരെങ്കിലും ഈ നാട്ടിൽ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ അതൊരു വലിയ പുണ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മുടെ നാടിപ്പോൾ ഒരു വൃദ്ധസദനം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ല. ഒരു 5000 ചെറുപ്പക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി, അത് എൻ്റെ വാക്കാണ്. അത് ഞാൻ ഈ തിരുവല്ല മണ്ഡലത്തിൽ ചെയ്തിരിക്കും. ഈ തിരുവല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമാണ്. അതിനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? തിരുവല്ലയിൽ ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾക്ക് ആനിക്കാട്. ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ ഈ തിരുവല്ലയിലുണ്ട്. തിരുവല്ലയിലെ ഏറ്റവും രസകരമായ കാര്യം, പല സ്ഥലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതി ആയതുകൊണ്ട് ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടെ ഒഴുകാൻ വെള്ളമില്ല. അതുകൊണ്ട് തന്നെയും തിരുവല്ലയിൽ കൃത്യമായ ഒരു ജലസേചന പദ്ധതി അനിവാര്യമാണ്. തിരുവല്ലയ്ക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. കാരണം മണിമലയാറും പമ്പയാറും ഒഴുകുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല. കൃത്യമായി ആസൂത്രണം ചെയ്ത് കൃത്യമായി ടാങ്കുകളിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ള സംവിധാനമുണ്ട്. ആദ്യമേ വെള്ളം ടാങ്കിൽ എങ്ങനെ എത്തിക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആ ടാങ്കുകൾ, ഇപ്പോൾ ആനിക്കാടിലെ ടാങ്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എത്രയോ കാലമായത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള നിരവധി ടാങ്കുകൾ തിരുവല്ലയിലെ മലമ്പ്രദേശങ്ങൾ പ്രത്യേകിച്ച് അത് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഈ ആറുകളിൽ നിന്നുള്ള ജലസേചനം മാത്രം മതി തിരുവല്ലയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ. ഈ ആദ്യഘട്ട പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് പൂർത്തീകരിച്ചു. താങ്കൾ 2 വർഷത്തിന് മുകളിലായിട്ട് ഈ മണ്ഡലത്തിലുള്ള വ്യക്തി കൂടിയാണ്. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിലെ റെസ്പോൺസ്? ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ജനം? ജനങ്ങൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മാറ്റം വേണമെന്ന്. ഇന്നലെ സംവിധായകനായിട്ടുള്ള ബ്ലസി സാർ പറഞ്ഞു തിരുവല്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഒപ്പീനിയൻ മാത്രമല്ല, ഇത് തിരുവല്ല മണ്ഡലത്തിലെ എല്ലാവരുടെയും ഒപ്പീനിയനാണ്. കാരണം 20 വർഷമായി ഒരേ MLA തന്നെയാണ്. അദ്ദേഹത്തിന് 25 വർഷം ഇവിടുത്തെ ജനങ്ങൾ അവസരം കൊടുത്തു. ഈ ആനിക്കാടുകാരോടും മല്ലപ്പള്ളിക്കാരോടും ഒക്കെ കാണിച്ചിട്ടുള്ള അവഗണനയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 25 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാലയളവല്ല.
ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് യുവാവേണ്ട പ്രായമാണ് 25 വർഷം. ആ 25 വർഷം കൊണ്ട് ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാമായിരുന്നു. പക്ഷേ തിരുവല്ലയുടെ വികസനം യുവാവായില്ല, മറിച്ച് ഇപ്പോഴും ശൈശവാവസ്ഥയിൽ കിടക്കുകയാണ് തിരുവല്ലയുടെ വികസനം. അതുകൊണ്ട് തന്നെയും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മാറ്റം ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് കുടിവെള്ളം വേണം, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡ് വേണം, യുവാക്കൾക്ക് തൊഴിൽ വേണം, സ്ത്രീകൾക്ക് വരുമാനം വേണം. അങ്ങനെ എല്ലാവർക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്തായാലും തിരുവല്ല നിയോജക മണ്ഡലത്തിൽ അനൂപ് ആന്റണിയുടെ പ്രചരണം അത് ആദ്യഘട്ടം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ വാഹന പ്രചരണം നടത്തിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി ബൈക്കുകൾ ഇതിനൊപ്പം തന്നെ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം അണിചേരുന്നുണ്ട്. നിരവധി പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും എല്ലാം ഉൾപ്പെടുന്ന ഈ തിരുവല്ലയിലെ BJP സംഘടനാ സംവിധാനം, NDA സംഘടനാ സംവിധാനം ഒന്നടങ്കം വലിയ ആഹ്ലാദത്തിലാണ്, ആവേശത്തിലാണ്. തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ ആദിത്യ രാജിനോടൊപ്പം അർജുൻ സിവാനിച്ച്.